ഹലോ ഗൈസ്, മിസ്റ്റർ ബ്ലാക്ക് ഹോൾ എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ്. അതായത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പ്രതിഭാസം ഗൈസ്. അപ്പം എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടാ, കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അപ്പം സംസാരമൊന്നും സെറ്റായി വരുന്നില്ല. അപ്പം അങ്ങനെ കുറേ നാളിങ്ങനെ ആലോചിച്ചിരുന്നു. എന്തായാലും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ പോലും പറ്റാതെ ആവും. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എന്തായാലും ഇനി അടുത്ത് വ്ളോഗ് തുടങ്ങാം, ഇനി അടുത്ത് സംസാരിച്ച് തുടങ്ങാം എന്ന രീതിയിലേക്കാണ് വീണ്ടും അടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ ഇനി പബ്ലിക് റിയാക്ഷൻ, ഇങ്ങനെ മറ്റേ ഫ്രാങ്ക് മോഡൽ അങ്ങനത്തെയൊക്കെ ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ പോലെ അങ്ങനത്തെ ടൈപ്പ് ഇനി അങ്ങനത്തെ ഇതിൽ. അപ്പോൾ അങ്ങനത്തെ ഇതിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്ളോഗ് ഉണ്ടാകും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് ഗായ്സ്. അപ്പം ഇന്ന് ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ഇൻട്രോ എടുക്കുന്നത് 4-ാം തീയതിയാണ്. അതായത് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പം ഇന്നലെ രാത്രി വരെയുള്ള കാര്യങ്ങൾ, വലിയ സംഭവങ്ങളൊന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ് അങ്ങനത്തെ ചെറിയ പരിപാടി, അതൊക്കെയാണ് ഇന്നലത്തെ വീഡിയോയിലുള്ളത്. അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബബ്ബ പഠിക്കുന്നില്ല, കുറേ നാളായി സംസാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം കൂടുതലൊന്നും പറയാനില്ല, നേരെ ആ വീഡിയോ കണ്ടിട്ട് വാ ഗൈസ്. ഓക്കെ, ബൈ. നന്നായിട്ടുണ്ട്. ഈ കളർ കുറച്ച് ഇരിക്കുന്നത് ഇതുണ്ടാക്കിയത് അനിൽ സിംഗ്, അതായത് കുട്ടി ഫ്രാഞ്ചൈസി. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് രാമചന്ദ്രയുടെ ലിസ്റ്റിനകത്താണ് ഗായ്സ്. എടുത്തിട്ട് ചീപ്പോഴി അതുകൊണ്ട് ഇല്ല, ഓർണം വാങ്ങിത്താ. ഇല്ലെങ്കിൽ ഇത് വാങ്ങിത്താ. എനിക്ക് ഇങ്ങനെ അങ്ങനെ രാമചന്ദ്രൻ അടച്ചു ഗൈസ്. ആ, എല്ലാവരും സബ്സ്ക്രൈബ് പണിങ്ക. യോ ഇവിടെ എക്സിറ്റ് ഇല്ല, നമ്മളെ പറ്റിച്ചു. യൂട്യൂബ് ചാനലിലെ മിസ്റ്റർ ബ്ലാക്ക് ഹോൾ ഇന്ന് യൂട്യൂബിലെ വ്ളോഗ് പണ്ണും ചേച്ചി. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. രാമചന്ദ്രയുടെ ബാക്ക് പോയി ഇങ്ങനെ കണ്ടാൻ പോയി നടന്നു വന്നോണ്ടിരിക്കുകയാണ് ഗായ്സ്. പോട്ട് നീ വ്ളോഗ് ആയിട്ടാണ് ഫ്ലാഷ് കത്തിച്ചിരിക്കുന്നു. എൻ്റെ വീഡിയോ എടുക്കുവന്നായിരുന്നു. ഇമാര് എന്നെ വിളിക്കാൻ പറഞ്ഞതിന് മുമ്പ് പൊന്മുടിയൊക്കെ പോയിട്ട് വന്നതാണ്. അത് ഈ ഉരുവില് ആട്ടൊരു ഓണർ ഇതാണ് ഗായ്സ്. ഇവിടെ വാ ബാക്കി കയറ്, അല്ലേ മേലെ കയറ്, സൈഡിൽ കയറ്, വാ. റാഫി പോവാം, ഇറാനി പോണ്ട. ഓക്കെ, റാഫി പോണോ? പിന്നെ റാഫി വിട് പോ. ഇന്ദിരാലിന് മുൻചാലിന് ഒന്നും ബാക്കിയില്ല, പോ. അടേ പാട്ടറാ. കണ്ണടച്ചാൽ നീയാണ്, പാട്ട് മാറ്റി. ഞാനും കൂടെ തൊട്ട്
ഈ റേഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൈസ് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഓളത്താന്ന് ജംഗ്ഷനിൽ വരിക. ഉപ്പ് കണ്ട ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്. മണിക്കൂറോ ചാർജ് നമ്മൾ അങ്ങനെ ഗൈസ് നമ്മൾ ഗൈസ് നമ്മളവിടെ ഇറാനി ആൾക്കാരുടെ റിയാക്ഷനെ നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മളെ വീഡിയോ ക്ലിക്കാവും. സ്പെഷ്യൽ റോയൽ ഫലൂഡ ഉണ്ട്. ഇറാനി സ്പെഷ്യൽ ഇല്ല. എനിക്ക് റോയൽ ഫലൂഡ ബില്ല് 1500 രൂപ മേളിൽ പോണെങ്കിൽ നടത്തി പോകണം. മന്തി കഴിക്കാൻ വന്നിട്ട് 500 രൂപയ്ക്ക് മന്തി കഴിക്കാൻ കൊച്ചനോട്. ഇതൊക്കെ ഞാൻ എന്ത് പറയണെന്ന് അറിഞ്ഞൂടാ. ഒന്നും പറയണ്ട, പൈസ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഡിക്രു 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 ഡിക്രു. ഓ അതല്ല കഷ്ണം ഗായ്സ്. ഇവിടെ കലാപരിപാടിയൊക്കെ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗായ്സ് അങ്ങനെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിങ്ങനെ യാത്ര തിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് പറഞ്ഞു വിടുകയാണ്. നമ്മളെ ചിക്കു ബയ്യ പോവാണ്. നാളെ രാവിലെ ആശുപത്രിയിൽ ആരൊക്കെ എടുപ്പാനുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോയത് ഉറങ്ങണം. പിന്നെ ഇനി ബ്രോ രാവിലെ ഇറച്ചി കെട്ടാണ്ട്, അതുകൊണ്ട് ബ്രോ നമ്മളെ ആപ്പിയാണ് പോയാണ്. പിന്നെ ഇനി എന്താ ഇവന് രാവിലെ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ഒളി ക്യാമറ വയ്ക്കാനുള്ള വർക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ അവിടെ ക്യാമറ വയ്ക്കാൻ പോകണം. പിന്നെ ഇവന് അത് പെണ്ണിന് എന്ത് ചെയ്യാനുള്ള ആള് മാറിയോ നമ്മളോട് ആളല്ല. ഓക്കെ ടാറ്റാ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ സമാപനമായിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സും കൂടി നമ്മൾ നടത്തുകയാണ്. ഓടിക്കാൻ പോകുന്നത് പിന്നെ ജീവിതം പഠിച്ചിരിക്കുകയാണ്. പെണ്ണ് പോയി, അവന്റെ പിന്നെ വണ്ടി പോയി, അവന്റെ പിന്നെ എല്ലാം പോയി. അങ്ങനെ ഇരിക്കുന്ന അവിടുത്തന്നെയാണ് അവന് വണ്ടി എടുത്ത് കൊടുത്തത്. 3 ചക്ര വണ്ടി ചെയ്ത് പുറട്ടെടുക്കും, വണ്ടി ചെയ്ത് പുറട്ടടിക്കും, വണ്ടി ചെയ്ത് കണ്ടാൽ വാണം വിട്ട് പറക്കും. അവന്റെ കൂടെ അപ്പം പോണ്ട അങ്ങനെ കൂടി കണ്ടാ കാഴ്ച ഇതുപോലെ കാണുന്ന പിള്ളേരെടുത്ത് ചാച്ചിമാരെ അപമാനം പറയുവാൻ. അങ്ങനെ നമ്മളെ ഭൂമിയിലോട്ട് കാല് കുത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല ടേഡൊന്നും ആയില്ല, ലേശം. അപ്പം ഇന്ന് രാത്രി ആയതുകൊണ്ട് വേറെ എന്തൊക്കെയൊക്കെ പറയണമെന്നുണ്ട്. അപ്പം ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പം എന്തായാലും ഇനി ബാക്കി, അതായത് ഇന്ന് 3-ാം തീയതി, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 4-ാം തീയതി ആയിരിക്കും. അപ്പം വേറെന്താ പറയാ ഗൈസ്, ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഇതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണൂല. അതായത് കുറേ എല്ലാം കൂടി എന്തോ പറയാം, നേരെ സംസാരിക്കാനൊന്നും നേരെ സംസാരിക്കാൻ ഇപ്പോൾ ഞാൻ ഏകദേശം 1 വർഷമായി. നേരത്തെ അറിഞ്ഞുകൂടാ, ഇപ്പം നേരെ സംസാരമൊന്നും നേരെ വരുന്നില്ല. അതായത് എങ്ങനെ സംസാരിക്കണം, നേരെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഇപ്പം നേരത്തെ കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടായിരുന്നു. കുറച്ച് എക്സ്ട്രോവർട്ടും അല്ല, നേരത്തെ ഇൻട്രോവർട്ട് തന്നെ. ഇപ്പം ഇൻട്രോവർട്ട് നല്ലതായിട്ട് കൂടി, എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ഇൻട്രോവർട്ട് ഉണർന്ന്. അതുകൊണ്ട് നല്ല ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ക്യാമറയുടെ മുമ്പിൽ. അപ്പം കുറേ കട്ടിങ് എല്ലാം കൂടി കട്ട് ചെയ്താണ് ഈ വീഡിയോ എല്ലാം കൂടി ഞാൻ ഒപ്പിക്കുന്നത്. അപ്പം സാധനം കണ്ട് ക്ഷമിച്ച് കാണുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി അടുത്തെന്ന് പറയുന്നത്, അതായത് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഒരു ഗിഫ്റ്റും അങ്ങനെ സെറ്റപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റ്. അപ്പം ബർത്ത്ഡേ ആയിട്ട് 2-3 പേര് ഗിഫ്റ്റ് കിട്ടി തന്നിട്ടുണ്ട്. എന്തായാലും അത് ചെറിയ ഗിഫ്റ്റ്, അപ്പം കാണിച്ചു തരാം.
അതിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ് ഫസ്റ്റത്തെ ഗിഫ്റ്റിലോട്ട് തന്നെ പോവാം. അതായത് ഇന്നലത്തെ അങ്ങനെ വലിയ പറയാൻ മാത്രം കുറേ ഗിഫ്റ്റ് ഇല്ല, അവിടെ 1-2 ഗിഫ്റ്റ് ഉള്ളൂ. അപ്പം ആദ്യം തന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം ബർത്ത്ഡേ ദിവസം ആദ്യം അതായത് ഞാനുമായിട്ട് അത്രയും കമ്പനിയായൊരു ഫാമിലി ഉണ്ട്. മനീഷ് അങ്കിള്, പ്രങ്കിള ആൻറ്റി, പിന്നെ തേജു, ഇവരെല്ലാവരും കൂടി എനിക്ക് ഇന്നലത്തെ ദിവസം ഒരു ഷർട്ട് ഒരു ചോക്ലേറ്റ് ബാഗ്സ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പിന്നെ നമ്മളൊരു 4 പേരുള്ള നേരത്തെ +2 മുതലുള്ളൊരു ഗ്യാങ് ഉണ്ട്. രാജീവ്, അബിൻ, വിജേഷ്. അപ്പം നമ്മളിങ്ങനെ ആരെ ബർത്ത്ഡേ വന്നാലും നമ്മൾ 4 പേരും ഇങ്ങനെ മാറി മാറി ഇപ്പം കുറച്ച് 1-2 വർഷം കൊണ്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പം അവരുടെ വക ഇന്നലെ ഈ വീഡിയോയിലുണ്ടായിരുന്നല്ലോ, രാമചന്ദ്രനിൽ കൊണ്ടുപോയത് അവരാണ്. അവന്മാരുടെ വക ഒരു ഷർട്ട്, പിന്നെ ഒരു ബാഗി പാൻറ്. ഫസ്റ്റ് ടൈമാണ് ബാഗി പാൻറ് എടുക്കുന്നത് ഗൈസ്. പിന്നെ നെക്സ്റ്റ് പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്ന നമ്മൾ ഈ വീഡിയോയിൽ കണ്ടില്ല, ആ പയ്യന്മാർ തന്ന ഗിഫ്റ്റാണ് ഒരു കപ്പ്. അപ്പം ഇന്നത്തെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം പിന്നെ വേറെ എന്താ പറയുക, അങ്ങനെ ഈ വർഷം നന്നായിട്ടൊരു ചെറിയൊരു പാർട്ടിയൊക്കെ എടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫണ്ടിൻ്റെ വിഷയം കാരണമാണ് പിന്നെ നടത്താത്തത്. അപ്പം നെക്സ്റ്റ് ഇയർ അങ്ങനെ നടത്തണമെന്നാണ് ആഗ്രഹം. പിന്നെ കുറച്ച് അടുത്ത വർഷം പാവപ്പെട്ട കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ട് ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പം ഇതെല്ലാം നടക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പം ഇനി ആരൊന്നും പറയില്ല ഗൈസ്. അപ്പം കണ്ടില്ല ഒന്നും നേരെ സംസാരം ഒന്നും നേരെ വരില്ല. അപ്പം ഇനി തുടർന്ന് ഇനി അടുത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് സ്വന്തമായിട്ട് എൻ്റെ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് സംസാരിച്ച് പോകണം. അപ്പം സംസാരിച്ച് നമ്മളെ ഒരു നമ്മളുടെ ഇത് ഇങ്ങനെ പറയാനുള്ളൊരിത് വരുവുള്ളൂ, അല്ലാതെ ആദ്യമേ ഒന്നും വരൂലെന്ന് അറിയാം ഗൈസ്. അപ്പം അതൊന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി എടുക്കണം, അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരി ഗൈസ്, ഓക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.